ഓം ഗം ഗണപതയേ നമ. ഓം വിഘ്നേശ്വരായ നമ. ഓം മഹാദേവായ നമ. ഓം ഉമാമഹേശ്വരായ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഓം ലക്ഷ്മി ദേവായ നമ. മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. രാവിലെ ഏട്ടൻ എന്നോട് പറഞ്ഞു അമ്പലം വരെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിലോട്ട് പോവുകയാണേ. എൻ്റെ വീടിനടുത്തുള്ള വാരണപ്പള്ളി പത്തിശ്ശേരിൽ അമ്പലത്തിലാണ്. അങ്ങനെ ഞാനും ഏട്ടനും അമ്പലത്തിൽ എത്തി ഭഗവാനെ കണ്ട് തൊഴുതു മടങ്ങി. അവിടെ കുറേ നല്ല സൈറ്റ് കാണാൻ പറ്റി. അത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്തു. കൂട്ടുകാരെ, ഞാനൊന്ന് പറയുവാണേ. എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. അങ്ങനെ ഞാനും ഏട്ടനും തിരിച്ച് വീട്ടിൽ വന്നു. രാവിലത്തെ ബ്ലാക്ക് കോഫി തയ്യാറാക്കുന്ന ഇടയിൽ ഞാൻ കുറച്ച് മുരിങ്ങയില പിച്ചാമെന്ന് വെച്ചു. തേങ്ങയും കൂടി ചേർത്തൊരു റവ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് ഞാൻ രാവിലെ പ്ലാൻ ചെയ്തത്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്ന വീഡിയോസുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണുക. ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപ്പുമാവ് ഒക്കെ ഇഷ്ടമാകും. അതിൻ്റെ കൂടെ ഈ ക്യാരറ്റ്, മുരിങ്ങയില ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കൊടുക്കാൻ കഴിയും. ഈ മുരിങ്ങയിലയുടെയും ക്യാരറ്റിൻ്റെയും ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും ഒരേപോലെ അറിയാവുന്നതാണ്. അത് കുട്ടികൾക്ക് കുഞ്ഞു പ്രായത്തിൽ തന്നെ എങ്ങനെയെല്ലാം നമ്മൾ കൊടുക്കാൻ കഴിയും അത് നമ്മൾ നോക്കുക. മുട്ടയ്ക്കകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ ഉപ്പുമാവിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾ അറിയാതെ തന്നെ അവർ കഴിച്ചോളും. ഉപ്പുമാവിൻ്റെ റെസിപ്പീസ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ കൂട്ടുകാരെ?